കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം സമ്മാനമായി ഞാൻ നിനക്കൊരു അമ്പൽ പേരയ്ക്ക് തരാം. ഇതെന്തായി കാണിക്കണേന്ന് ഒന്നും അറിയാത്തൊരു ചെറുക്കനെ കൊണ്ടുപോയിട്ട് രാവിലെ എന്നെ കുടിപ്പിച്ചിട്ട് കേടാ വിളിച്ചോ. മര്യാദക്ക് ഇവിടെ ഇരുന്നതാ, വിളിച്ചോണ്ട് പോയതല്ലേ വീട്ടോ ചേട്ടൻ. എന്റെ പൊന്നുമോളെ ജയന്തി, നിന്നാണ് കർത്താവിനാണ്, തക്കളി മോളാണ്, തങ്കത്തിനാണ്, നിന്നാണ് ഞാൻ. ആ എന്റെ തല പൊട്ടി തെറിച്ചു പോട്ടെ, അല്ലെങ്കിൽ തന്നെ തലവേദന ഒഴിഞ്ഞ നേരമില്ല. മണം വരാതിരിക്കാണ് വേറെ എന്തെങ്കിലും സാധനം എടുത്ത് കുടിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ആരാ ബിരുദന്മാര്? ഈ കാണിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ പാർട്ടിയോട് നിങ്ങളുടെ കുടുംബത്തോടും കാണിച്ചായിരുന്നെങ്കിൽ എന്നെ രക്ഷ. ഇവിടെ കൊച്ചു നിൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നേ ലൈൻമാൻ മലന്നടിച്ച് മുറ്റത്ത് കിടക്കണെന്ന്. അമ്മ ഇത് കണ്ട് ഇവൻ കാണിക്കണത് എങ്ങനെ പോവാൻ പറയാൻ. അവൻ പാട്ടും കൂത്തോട്ട് അങ്ങനെ നടക്കട്ടെ. അവന് വല്ല വീണ്ടും വിചാരം ഉണ്ടെങ്കിൽ ഇത് കാണിക്കുമായിരുന്നാ. ഒരു പെറ്റാളെ ഉണ്ട്. അല്ല അവനെ മാത്രം പറയണ്ടല്ലോ, ഇവിടെ എനിക്ക് ഇവിടെ പറഞ്ഞാലെന്ന് പറഞ്ഞ ഒരുത്തൻ കയറി വന്നതായിരിക്കും. ഓ എൻ്റെ ദൈവമേ, അവനടുത്ത് 100 പ്രാവശ്യം പറഞ്ഞ് എടാ ഒരു പെണ്ണ് കെട്ടടാ പെണ്ണ് കെട്ടടാ പെണ്ണ് കെട്ടടാന്ന്. കേൾക്കൂല. എവിടെ പോയാലും അവന് പിടിക്കത്തില്ല. അവന് ഉർവശി മേനകരെ 10 കിലോത്തമ്മമാരെ വേണം. അല്ല പെണ്ണിട്ട് അടക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഉത്തരവാദിത്വം ഇല്ലല്ലോ. നടക്കട്ടെടാ നീ. മതി, ഞാനാണല്ലോ മകനും മരുവനൊക്കെ നാശാക്കണത്. ഇനി അതുണ്ടാവില്ല. എന്താ പിണങ്ങി പോക്ക്. എങ്ങോട്ട് പോണ്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോകും. എനിക്കൊന്നും വയ്യ, ഞാൻ പോവാ. ഇവിടെ ബാക്കിയുള്ളവന്റെ മനസ്സ് കാണാൻ ആരും ഇല്ലല്ലോ. 100 വട്ടം പറഞ്ഞു ഞാൻ അവനും കഴിച്ചിട്ടില്ല എന്ന്. വിശ്വസിക്കില്ല അച്ഛാ. കേൾക്കില്ല അമ്മാവാ. ഇവിടെ ഇത് തന്നെയാണ്. ഇവിടെ എന്തിനും കൊള്ളരുതായ എവൻ കാണിച്ചാലും നമ്മളാണ് പേരുദോഷക്കാർ. നമ്മളാ അടി കൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാം. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയത്? എന്തിനാ എവിടേക്ക് അങ്ങോട്ട് പോയത്? എന്തിനാ? ഞങ്ങള് ഷീറ്റ് കളിക്കാന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ പോയി വട്ടണഞ്ഞിരിക്കാൻ പോയതല്ലേ. പറഞ്ഞാ പോയത് അവര് ആഞ്ഞിലിന്റെ അളവൊന്നും മാവിന്റെ അളവ് നോക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പൊ കനകം പറഞ്ഞു ഇന്ന് ഒഴിവല്ലേ അമ്മാവ, നമുക്ക് കുറച്ചു നേരം ഷീറ്റ് കളിക്കാം. ഞാൻ നേരം പോക്കാണായിക്കോട്ടെ. അപ്പോഴേ അമ്മാവിന്റെ അടുത്ത് പറഞ്ഞു ആഞ്ഞില് നോക്കാൻ ഇവനെ കൂട്ടുണ്ടാന്ന്. അല്ല സാരമില്ല, എന്നാ ഒരു ഷീറ്റ് കളിക്കാൻ ഇരിക്കാച്ചാ ഷീറ്റല്ലേ കളിക്കണ്ട്. ഇവ സാധനം എടുത്തിട്ട് വെച്ചു മദ്യം. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. സത്യം അത് ദേഷ്യം വന്നു. അമ്മ എന്നിട്ട് എന്നോട് പറയാൻ ചെയ്തേ ഇത്രയല്ലേ ഉള്ളത്, നമ്മൾ 3 പേരുടെ എങ്ങനെ അടിക്കോടെ ഒറ്റ ചവിട്ടാണ്ട് ഞാൻ പറഞ്ഞതൊന്നല്ല. മദ്യം കഴിക്കരുത്, ഇത് സർക്കാർ വാറ്റാണ്. മദ്യം വിഷാണ്, അത് കുടിക്കരുത്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ കരള് പോവും. കരള് സ്പോഞ്ച് പോലെയാണ്. അല്ല ശ്വാസകോശല്ലേ സ്പോഞ്ച് പോലെ. നീ മിണ്ടാതിരുന്ന അവിടെ പറഞ്ഞത് കേൾക്കണ്ടേ? എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് കഴിച്ചു. അഹങ്കാരി. എന്നാ അവൻ ഞാൻ പറഞ്ഞ ഉപദേശം കേട്ടു, അവന് മനസ്സിലായി. ഞാൻ കുടി നിർത്തിന്ന് പറഞ്ഞു. അതല്ല, അവൻ കുടിക്കില്ല എന്ന് അവന് മനസ്സിലായിന്ന്. ആ ഞാനിത് പറഞ്ഞപ്പോ മദ്യം വിഷമാണ്, ഞാൻ ഇനി കുടിക്കില്ല എന്ന് അവന് മനസ്സിലായി. ഈ പോത്തിന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. അല്ലടാ മക്കളെ പ്രായമുള്ളവരല്ലേ, നീയും കൂടെ ചേർന്ന് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ ഞാനും പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമില്ലോ. ചങ്കെടുത്ത് കാണിച്ചാലും നിങ്ങളൊക്കെ ചെമ്പരത്തി പോവാന്ന് പറയും. എത്ര പറഞ്ഞാലെങ്കിലും വിശ്വസിക്കില്ല അച്ഛാ. ഞാൻ പോലീസിന്റെ മിഷൻ കൊണ്ടുപോവാ, ഞാൻ ഊതി കാണിച്ചു തരാം. നീ വിഷമിക്കണ്ട, ഇപ്പോഴാണ് എനിക്ക് കാര്യമൊക്കെ മനസ്സിലായത്. അമ്മാവൻ നല്ല പോലെ നിർബന്ധിച്ചു. വേണ്ടെന്ന് കേട്ടില്ല. അവൻ കേട്ടില്ല. ഞാൻ കണ്ട അനുസരിച്ച് കണ്ട പോട്ടടാ. എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് കൂടെ പേരുദോഷം ഉണ്ടാക്കാനായിട്ട്? ചേച്ചിയുടെ മകനും മരുവനും ഞാനെല്ലാം നാശാക്കിന്ന് ഉറപ്പല്ലേ? സത്യം. അങ്ങനെ ആണെങ്കിൽ ഞാൻ കൊണ്ടുവയ്ക്കാം. ഇപ്പോഴെങ്കിലും ഞങ്ങൾ നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടല്ല. നില്ല്. പിന്നെ ഇവൻ ഒറ്റയ്ക്ക് കഴിക്കാനേ 3 ക്ലാസ് അവിടെ പറമ്പിലോട്ട് കൊണ്ടുപോയി. അത് പോയി എടുത്തോണ്ട് പോവാ. അല്ല നീ നോക്കണ്ട, നീയും കൂടെ പോയി എടുത്തോണ്ട് പോവാ. അവനവൻ കുരുക്കുന്ന കുരുകഴിച്ചെടുക്കുമ്പോ കുലുമാ, പരസ്പരം കുരുക്കുന്ന കുഴികളെ കുലുമാ. Alien versus Alien.